ബ്രഹ്മാണ്ഡാസ്ത്രം, പാശുപതാസ്ത്രം, വൈഷ്ണവാസ്ത്രം എന്നീ 3 അത്യന്തിക ആയുധങ്ങൾ ഒരുമിച്ച് കൈവശം വെച്ച ഒരേ ഒരു ഇതിഹാസ യോദ്ധാവാണ് ഇന്ദ്രജിത്ത്. ഒരേ സമയം 12 മഹാരഥന്മാരുമായി പോരാടാൻ കഴിവുള്ള ഒരു അതിമഹാരഥി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കാര്യങ്ങളെ വീക്ഷണകോണിലൂടെ ദർശിക്കുമ്പോൾ അർജുനൻ, കർണൻ, രാമൻ, ലക്ഷ്മണൻ, കൃഷ്ണൻ, ഹനുമാൻ എന്നിവർ മഹാരഥികളാണ്. ഒരേ സമയം അദ്ദേഹത്തിന് രാമായണത്തിലെ എല്ലാ യോദ്ധാക്കളെയും നേരിടാൻ കഴിയും, എല്ലാവരെയും പരാജയപ്പെടുത്താമായിരുന്നു. അവൻ യുദ്ധം ചെയ്ത 3 ദിവസങ്ങളിൽ ദശലക്ഷക്കണക്കിന് വാനരന്മാരെ നിഗ്രഹിച്ചു. രാവണനും കുംഭകർണനും പോലും നേടാൻ കഴിയാത്ത ഭീകരതയാണത്. എന്നാൽ അന്ത്യത്തിൽ താൻ ആർക്കെതിരെയാണ് പോരാടുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. അവൻ തൻ്റെ വിധിക്ക് കീഴടങ്ങി. പ്രിയരെ, നമസ്കാരം. മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് എന്നും അറിയപ്പെടുന്ന രാമായണത്തിലെ രാവണപുത്രൻ രാമായണവും മഹാഭാരതവും സംയോജിപ്പിച്ച് അവലോകനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ശക്തനായ യോദ്ധാവാണ്. എല്ലാം തികഞ്ഞ ഒരു പുത്രനായുള്ള രാവണന്റെ അന്വേഷണത്തോടെയാണ് മേഘനാഥന്റെ കഥ ആരംഭിക്കുന്നത്. രാവണൻ അറിഞ്ഞതും കേട്ടതും പോലെ തന്നെ അത്യധികം ശക്തനായിരുന്നു. എല്ലാ അഹംഭാവികളെയും പോലെ തന്നെ രാവണനും എല്ലാം തികഞ്ഞ ഒരു പുത്രനെ വേണം. തൻ്റെ മകൻ്റെ ശുഭകരമായ ജനനത്തിനായി ഗ്രഹങ്ങൾ പൂർണ്ണമായ രാശിയിലായിരിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അക്കാലഘട്ടത്തിൽ രാവണനാൽ കീഴടക്കപ്പെടാത്തതായി ഭൂമുഖത്ത് യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്നതും പ്രസക്തമാണ്. രാവണന്റെ കോപം ഭയന്ന് ഗ്രഹങ്ങൾ അത്തരം രാശി ക്രമീകരണത്തിന് നിർബന്ധിതരായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ ഏറ്റവും ശുഭകരമായ സമയത്ത് ജനിച്ചു. തന്നിമിത്തം ഭാവിയിൽ ഒരു മഹത്തായ ജീവിതം ഉറപ്പു നൽകുന്നു. രാവണന് പത്നി മണ്ഡോദരിയിൽ നിന്നാണ് ഈ പുത്രൻ ജനിച്ചത്. അവൻ പിറന്നു വീണപ്പോൾ ഉയർന്ന കരച്ചിൽ ഇടിമുഴക്കം പോലെ കർണപുടങ്ങൾ പിളർക്കുന്നതായിരുന്നു. അതിനാൽ സംസ്കൃതത്തിൽ ഇടിമുഴക്കം എന്നർത്ഥം വരുന്ന മേഘനാഥൻ എന്ന് വിളിക്കപ്പെട്ടു. മേഘനാഥനെ വിദ്യ അഭ്യസിപ്പിച്ചത് ശുക്രാചാര്യരാണ്. ശുക്രാചാര്യർ അസുര പരമ്പരകളുടെ മഹാനായ ഗുരുവാകുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ വിപുലമായതാണ്. പ്രഹ്ലാദൻ, വാലി, ഭീഷ്മർ എന്നിവർ എല്ലാവർക്കും സുപരിചിതരായ ശുക്രാചാര്യരുടെ ശിഷ്യന്മാരാണ്. ശുക്രൻ മേഘനാഥനെ യുദ്ധതന്ത്രങ്ങളുടെ അതീവ രഹസ്യങ്ങൾ പോലും പഠിപ്പിച്ചു. അവൻ എല്ലാ ആയുധങ്ങളുടെയും പരിശീലനവും തന്ത്രങ്ങളും സ്വായത്തമാക്കി. സാമ്പ്രദായിക യുദ്ധമുറകൾ കൂടാതെ വളരെ കുറച്ചുപേർക്ക് മാത്രം പ്രാവീണ്യം നേടുവാനാകുന്ന മന്ത്രവാദവും ആഭിചാരവും അക്കാലത്തും മേഘനാഥൻ സ്വായത്തമാക്കിയിരുന്നു. അവന് 20 വയസ്സുള്ളപ്പോൾ അവൻ ദേവിയെ പ്രാർത്ഥിക്കുകയും തൻ്റെ ഭക്തി അർപ്പിക്കുകയും ചെയ്തപ്പോൾ ദേവി അവനൊരു വരം വാഗ്ദാനം ചെയ്തു. മേഘനാഥൻ അദൃശ്യനാകാൻ കഴിയുന്ന ഒരു സ്വർഗീയ ദിവ്യരഥം ആവശ്യപ്പെട്ടു. എനിക്ക് എല്ലാവരെയും കാണുവാൻ കഴിയണം, പക്ഷേ എന്നെ ആർക്കും കാണുവാൻ കഴിയരുത്. ഞാൻ ആഗ്രഹിക്കുന്നവരെ എനിക്ക് വധിക്കുവാൻ കഴിയണം. ദേവി അദ്ദേഹത്തിന് അത്തരമൊരു രഥം നൽകി. ഈ രഥത്തിൽ ഇരിക്കുക, നിനക്ക് ദേവന്മാരെയും അസുരന്മാരെയും മനുഷ്യരെയും ഒട്ടും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ 12 വർഷത്തോളമായി ഭക്ഷണവും ഉറക്കവും സ്ത്രീ പുരുഷ സമ്പർക്കവും ഉപേക്ഷിച്ച ഒരാളെ നിങ്ങൾ നേരിടുകയാണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ വധിക്കപ്പെടും. ആ വ്യക്തിത്വം ഗുഡകേശൻ എന്നറിയപ്പെടും. ഏതൊരു കാലഘട്ടത്തിലും ദേവന്മാരും അസുരന്മാരും പരസ്പരം പോരടിച്ചു. ഈ യുദ്ധങ്ങളിലൊന്നിൽ രാവണനോടൊപ്പം മേഘനാഥനും പങ്കെടുക്കുന്നു. യുദ്ധത്തിനിടെ ഇന്ദ്രനും രാവണനും നേർക്കുനേർ ഘോരമായൊരു പോരുണ്ടായി. ഏറെ വൈകാതെ ഇന്ദ്രന്റെ മുൻപിൽ രാവണൻ പരാജയം രുചിക്കുകയും ബോധരഹിതനാവുകയും ചെയ്യുന്നു. അതിൽ കോപാകുലനായ മേഘനാഥൻ ഇന്ദ്രനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ആ പോരാട്ടത്തിൽ രാവണപുത്രൻ ഇന്ദ്രനെ കീഴടക്കി കെട്ടിവരിഞ്ഞ് രഥത്തിലിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുപോയി. ദേവന്മാരുടെ അധിപതിയായ ഇന്ദ്രനെ മേഘനാഥൻ വധിച്ചേക്കുമെന്ന് ഭയന്ന് ബ്രഹ്മാവ് ഇടപെടുന്നു. ഇന്ദ്രനെ മോചിപ്പിക്കുന്നതിന് നിമിത്തം ഒരു അനുഗ്രഹത്തിനുള്ള അംഗീകാരം ബ്രഹ്മാവ് മേഘനാഥന് അനുവദിച്ചു. സർവ്വചരാചരങ്ങൾക്കുമെതിരെ അമരത്വം വേണമെന്ന് മേഘനാഥൻ ആവശ്യപ്പെടുന്നു. അമർത്യത പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായതിനാൽ മർത്യർക്ക് അത്തരമൊരു അനുഗ്രഹം നൽകുവാൻ കഴിയില്ലെന്ന് ബ്രഹ്മാവ് അറിയിച്ചു. എങ്കിൽ പോലും രാവണപുത്രന് യുദ്ധത്തിൽ അജയത നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അവനെ ആർക്കും ഒരിക്കലും തോൽപ്പിക്കുവാൻ കഴിയില്ല. എന്നാൽ ഒരു വ്യവസ്ഥയിൻ പ്രകാരം അവൻ യുദ്ധത്തിന് പോകും മുൻപ് തൻ്റെ പ്രാദേശിക ദേവതയായ പ്രത്യങ്കിരിക്ക് ഒരു യജ്ഞം നടത്തണം, അതായത് അഗ്നി ആരാധന നടത്തണം. ഇവിടെ വെച്ചാണ് ബ്രഹ്മാവ് അവന് ഇന്ദ്രനെ ജയിച്ചതിനാൽ ഇന്ദ്രജിത്ത് എന്ന പേരിട്ടത്. ആ ആരാധന നശിപ്പിക്കപ്പെടുകയും ഭംഗം വരുത്തപ്പെടുകയും ചെയ്യുന്നതുവരെ ഒരു യുദ്ധത്തിലും ആരാലും അവനെ വിജയിക്കുവാൻ കഴിയില്ല. നന്നേ ചെറുപ്പത്തിൽ തന്നെ ദൈത്യരുടെ ഗുരുവായ ശുക്രാചാര്യരുടെ മാർഗനിർദ്ദേശപ്രകാരം ബ്രഹ്മാണ്ഡാസ്ത്രം, പാശുപതാസ്ത്രം, വൈഷ്ണവാസ്ത്രം എന്നിവയുൾപ്പെടെയുള്ള നിരവധി സ്വർഗീയ ആയുധങ്ങളാൽ മേഘനാഥൻ അജയനായിരുന്നു. സർപ്പങ്ങളുടെ രാജാവായ ശേഷനാഗത്തിൻ്റെ മകൾ സുലോചനയെ വിവാഹം കഴിച്ചു. പ്രമീള എന്നും അറിയപ്പെടുന്ന സുലോചന നാഗകന്യകയാണ്. ചില പതിപ്പുകളിൽ പറയുന്നത് പോലെ ലക്ഷ്മണൻ ആരുടെ അവതാരമായിരുന്നോ അവരുടെ മകളാണ് സുലോചന.
ഇന്ദ്രന്റെ മേൽ വിജയം നേടിയപ്പോൾ മേഘനാഥനൊരു ബ്രഹ്മാസ്ത്രം കൂടെ പ്രാപ്യമായി. ബ്രഹ്മാസ്ത്രം അതിശക്തമായ ശക്തിയുള്ള ആയുധമാണെന്നും അത് വില്ലിൽ നിന്നും തൊടുക്കുമ്പോൾ ഏത് അസ്ത്രത്തെയും എതിരിടുവാനും വിചാരിക്കുന്ന ആരെയും നശിപ്പിക്കുവാനും കഴിയുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ സർവശക്തനായി ഈരേഴ് ലോകങ്ങളെയും കീഴടക്കി ഭൂലോകത്ത് അപ്രമാദിത്യം നിലനിർത്തിയിരുന്ന കാലഘട്ടത്തിലാണ് ശ്രീരാമചന്ദ്രന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും രംഗപ്രവേശം അവന്റെ ജീവിത വഴിയിൽ സംഭവിക്കുന്നത്. രാമരാവണ യുദ്ധത്തിൽ വാനര സൈന്യത്തെ ഒന്നാകെ മേഘനാഥൻ ഒറ്റയ്ക്ക് തുടച്ചു നീക്കി. തൻ്റെ എല്ലാ സഹോദരന്മാരെയും രാമനും സൈന്യവും വധിച്ചപ്പോൾ മേഘനാഥൻ യുദ്ധക്കളത്തിലേക്ക് ഇരച്ചെത്തി. പിതാവായ രാവണൻ രാമനാൽ രണഭൂമിയിൽ അപമാനിക്കപ്പെട്ടു. പിതൃസഹോദരനായ കുംഭകർണനെ രാമൻ നിഗ്രഹിച്ചു. അജയനായ രാവണപുത്രൻ രണഭൂമിയിൽ പ്രവേശിച്ച ദിവസം രാമന്റെ സൈനിക വ്യൂഹത്തിൽ ഭീതി വിതച്ചു. യുദ്ധക്കളത്തിലായിരുന്നപ്പോഴെല്ലാം തൻ്റെ ശത്രുക്കളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തു. അദ്ദേഹത്തെ ചെറുക്കുകയെന്നത് അസാധ്യമായി തുടർന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശക്തരായ ജീവികളിൽ ഒരാളായ ഹനുമാൻ ഇന്ദ്രജിത്തിന് മുൻപിൽ പരാജയപ്പെട്ടു. ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഇന്ദ്രജിത്ത് വാനര യോദ്ധാവിനെ പിടികൂടി പരാജയപ്പെടുത്തി. ഇന്ദ്രജിത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നായ നാഗപാശം അഴിച്ചുവിട്ടപ്പോൾ വിഷ്ണുവിന്റെ അവതാരമായ രാമൻ പരാജയം രുചിച്ചു. നാഗപാശം രാമന്റെയും ലക്ഷ്മണന്റെയും ശരീരത്തെ മൂടുന്ന തരത്തിൽ ദശലക്ഷക്കണക്കിന് പാമ്പുകളെ അഴിച്ചുവിട്ടു. അവർ തളർന്നു വീണപ്പോൾ ഗരുഡന്റെ അവസരോചിതമായ ഇടപെടൽ നിമിത്തം ഇരുവരും രക്ഷപ്പെടുന്നു. രാമനും ലക്ഷ്മണനും എതിരായ പോരാട്ടത്തിൽ പരാജയം നേരിട്ടിട്ടും അടുത്ത ദിവസം വിജയം നേടാൻ കഠിനമായി പോരാടി. അറിയാവുന്ന മന്ത്രവിദ്യകളും പ്രയോഗിച്ചു. അത്തരം നീക്കങ്ങളാൽ രാമനും ലക്ഷ്മണനും അവനെ നിഗ്രഹിക്കുക എന്നത് ബാലികേറ മലയായി. കാരണം ഇന്ദ്രജിത്ത് പെട്ടെന്ന് അവരുടെ കൺവെട്ടത്തു നിന്ന് അപ്രത്യക്ഷനാവുകയും അവരുടെ പുറകിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അവരുടെ എല്ലാം മേൽ സമ്പൂർണ്ണ വിജയം നേടുവാൻ തൽസമയത്തും സാധിക്കാത്തതിൽ നിരാശനായ ഇന്ദ്രജിത്ത് ബ്രഹ്മാണ്ഡാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാണ്ഡാസ്ത്രം അതുവരെ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ആയുധമാണ്. ആ ആയുധം രാമനെയും ലക്ഷ്മണനെയും വാനര സൈന്യത്തെയും മോഹാലസ്യത്തിലേക്ക് നയിച്ചു. തുടർന്നാണ് വാനര ഹനുമാൻ എല്ലാവരെയും പുനരുജ്ജീവിപ്പിക്കാൻ സഞ്ജീവനി സസ്യം തേടി ഹിമാലയത്തിലേക്ക് പോകുന്നതും മല പിഴുതു കൊണ്ടുവരുന്നതും. മന്ത്രവാദത്തിലും കുതന്ത്രത്തിലുമുള്ള തൻ്റെ വിജ്ഞാനം കൊണ്ട് രാമൻ നയിച്ച മുഴുവൻ സൈന്യത്തിൻ്റെയും ആത്മവീര്യം ചോർത്തി. അടുത്ത ദിവസം പിറന്നപ്പോഴേക്കും രാമനും ലക്ഷ്മണനും വീണ്ടും ജീവിച്ചിരിപ്പുണ്ടെന്ന വസ്തുത മേഘനാഥനെ ആശ്ചര്യപ്പെടുത്തുന്നു. ബ്രഹ്മാണ്ഡാസ്ത്രം പ്രവർത്തനരഹിതമായതിൻ്റെ കാര്യം എന്തായിരിക്കും? അതിനാൽ മുഴുവൻ സൈന്യത്തിൻ്റെ ആത്മവീര്യം തകർക്കുവാൻ അദ്ദേഹം വീണ്ടും പദ്ധതിയിട്ടു. ഇന്ദ്രജിത്ത് സീതയുടെ വളരെ യഥാർത്ഥമാണെന്ന് കരുതത്തക്ക വിധത്തിലുള്ള രൂപം മായയാൽ സൃഷ്ടിച്ചു. അത് സീതയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. ശേഷം വാനര സൈന്യത്തെ സാക്ഷി നിർത്തി അവളുടെ മായാരൂപത്തെ നിഗ്രഹിക്കുന്നു. വാർത്ത കേട്ട രാമൻ തളർന്നു വീണു. കണ്ടുനിന്ന വാനര സൈന്യവും കുഴഞ്ഞു നിലംപതിച്ചു. എന്നാൽ പിന്നീട് ആ വഞ്ചന ഉണരുകയും ഒടുവിൽ രാമൻ തന്നെ അവൻ്റെ അജേയതയുടെ രഹസ്യം തിരിച്ചറിയുകയും ചെയ്തു. ഇന്ദ്രജിത്ത് ഇപ്പോഴത്തെ കഴിവുകൾ കൊണ്ട് മാത്രം വിജയിക്കുവാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ കുലദേവതയായ പ്രത്യംഗിരിക്ക് അഗ്നിയജ്ഞം നടത്തി യുദ്ധം തുടരാൻ തീരുമാനിച്ചു. രാവണന്റെ അർദ്ധ സഹോദരനായ വിഭീഷണൻ മനുഷ്യത്വമുള്ള വ്യക്തിയാണ്. സീതയെ അപഹരിച്ചത് അധർമ്മമാണെന്ന് വിശ്വസിച്ചു. ഇന്ദ്രജിത്തിന്റെ അജേയതയുടെ രഹസ്യം അദ്ദേഹം രാമലക്ഷ്മണാദികളെ ബോധിപ്പിച്ചു. ഹനുമാൻ ലക്ഷ്മണനോടൊപ്പം ഇന്ദ്രജിത്തിന്റെ യജ്ഞം തടസ്സപ്പെടുത്തി. ആ യജ്ഞം ചെയ്യുന്നതിനുള്ള പ്രഥമ നിയമങ്ങളിലൊന്ന് ആരാധനാലയത്തിൽ ആയുധങ്ങൾ പ്രവേശിപ്പിക്കരുതെന്നാണ്. അപ്പോഴും ഇന്ദ്രജിത്ത് പാത്രങ്ങളും പാനകളും ആയുധമാക്കി ലക്ഷ്മണനെയും ഹനുമാനെയും പ്രതിരോധിച്ചു. തളരാതെ അടുത്ത ദിവസം ഇരുവരും തമ്മിലുള്ള യുദ്ധത്തിൽ ലക്ഷ്മണന്റെ മേൽ ഏറ്റവും ഭീകരമായ ആയുധങ്ങൾ വർഷിച്ചു. ലക്ഷ്മണൻ തൻ്റെ ഇഷ്ടദേവതയെ അപമാനിക്കുകയും തൻ്റെ യജ്ഞം തടസ്സപ്പെടുത്തുവാൻ വഞ്ചനാപരമായ ഇടപെടൽ നടത്തിയതിൽ കോപാകുലനായ ഇന്ദ്രജിത്ത് വിഭീഷണനെ വധിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. എന്നാൽ ആ അവസരത്തിൽ ലക്ഷ്മണൻ വിഭീഷണനെ സംരക്ഷിക്കുന്നു. ഇരുവരും തമ്മിൽ ഭയങ്കരമായ യുദ്ധം തുടർന്നു. അവസാനം ഇന്ദ്രജിത്ത് എല്ലാ സൃഷ്ടികളിലെയും ഏറ്റവും ശക്തമായ 3 ആയുധങ്ങൾ അഴിച്ചുവിട്ടു: ബ്രഹ്മാണ്ഡാസ്ത്രവും പാശുപതാസ്ത്രവും വൈഷ്ണവാസ്ത്രവും. പക്ഷേ ഈ പരമമായ ആയുധങ്ങളൊന്നും ലക്ഷ്മണനെ സ്പർശിച്ചില്ല. വിഷ്ണുവിൻ്റെ ആയുധമായ വൈഷ്ണവാസ്ത്രം ലക്ഷ്മണനെ ഉപദ്രവിക്കാതെ അദ്ദേഹത്തെ പ്രദക്ഷിണം വച്ചു. ആ കാഴ്ചയിൽ ലക്ഷ്മണനും രാമനും മനുഷ്യരല്ലെന്ന തിരിച്ചറിവിനാൽ ഇന്ദ്രജിത്ത് തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ക്ഷണനേരം കൊണ്ട് രാവണന്റെ മുൻപിലെത്തി. സീതയെ തിരികെ നൽകണമെന്നും അല്ലാത്തപക്ഷം പരാജയം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പിതാവിനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു. വിഭീഷണനെ അവഗണിച്ചതുപോലെ സ്വന്തം ശക്തിയുടെ ലഹരിയിൽ രാവണൻ സ്വന്തം മകൻ്റെ ജൽപ്പനങ്ങളെ തിരസ്കരിക്കുന്നു. യുദ്ധമുഖത്തു നിന്ന് ഒളിച്ചോടിയ ഇന്ദ്രജിത്തിനെ ഭീരുവെന്ന് വിളിച്ചു. ലജ്ജയും ദേഷ്യവും അടക്കിക്കൊണ്ട് തന്നെ പിതാവിനോട് പറഞ്ഞു, മകനെന്ന നിലയിലുള്ള എൻ്റെ കടമ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പോരാടുന്നത്.
എന്തു സംഭവിച്ചാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പിന്മാറില്ലെന്ന് പിതാവിന് ഉറപ്പു നൽകി. തൻ്റെ പിതാവ് ഒരിക്കലും സീതയെ തിരിച്ചേൽപ്പിക്കില്ലെന്ന് ഇന്ദ്രജിത്തിന് മനസ്സിലായി. രാമനും ലക്ഷ്മണനും കേവലം മർത്യരല്ലെന്ന തിരിച്ചറിവോടെ തന്നെ ലക്ഷ്മണന്റെ കൈകളാൽ മരണം ഏറ്റുവാങ്ങുവാനായി അന്തിമ തീരുമാനമെടുത്ത് രണഭൂമിയിലേക്ക് നടന്നു. എന്നിട്ടും ഏറെ നേരം ധീരമായി പോരാടി. എന്നാൽ ഇപ്രാവശ്യം ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ യാതൊരു മടിയും കൂടാതെ വധിക്കുകയും ഭൂമിയിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ യോദ്ധാവിൻ്റെ ജീവിതം പര്യവസാനിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം പത്നി സുലോചന അദ്ദേഹത്തിൻ്റെ ചിതയിൽ സതി ആചരിച്ചു. ബ്രഹ്മാണ്ഡാസ്ത്രം, പാശുപതാസ്ത്രം, വൈഷ്ണവാസ്ത്രം എന്നീ 3 അത്യന്തിക ആയുധങ്ങൾ ഒരുമിച്ച് കൈവശം വെച്ച ഒരേ ഒരു ഇതിഹാസ യോദ്ധാവാണ് ഇന്ദ്രജിത്ത്. ഒരേ സമയം 12 മഹാരഥന്മാരുമായി പോരാടാൻ കഴിവുള്ള ഒരു അതിമഹാരഥി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കാര്യങ്ങളെ വീക്ഷണകോണിലൂടെ ദർശിക്കുമ്പോൾ അർജുനൻ, കർണൻ, രാമൻ, ലക്ഷ്മണൻ, കൃഷ്ണൻ, ഹനുമാൻ എന്നിവർ മഹാരഥികളാണ്. ഒരേ സമയം അദ്ദേഹത്തിന് രാമായണത്തിലെ എല്ലാ യോദ്ധാക്കളെയും നേരിടാൻ കഴിയും. എല്ലാവരെയും പരാജയപ്പെടുത്താമായിരുന്നു. അവൻ യുദ്ധം ചെയ്ത 3 ദിവസങ്ങളിൽ ദശലക്ഷക്കണക്കിന് വാനരന്മാരെ നിഗ്രഹിച്ചു. രാവണനും കുംഭകർണനും പോലും നേടാൻ കഴിയാത്ത ഭീകരതയാണത്. എന്നാൽ അന്ത്യത്തിൽ താൻ ആർക്കെതിരെയാണ് പോരാടുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. അവൻ തൻ്റെ വിധിക്ക് കീഴടങ്ങി. എന്നിട്ടും അത്ര പെട്ടെന്നൊന്നും വീണുപോയുമില്ല. രാവണനും കുംഭകർണനും സ്വന്തം നിലയിൽ ശക്തരായിരുന്നുവെങ്കിലും അവർക്ക് ലഭിക്കുന്ന എല്ലാ അംഗീകാരത്തിനും അർഹരായിരുന്നുവെങ്കിലും ഇന്ദ്രജിത്ത് താരതമ്യേന അപ്രസക്തനായി അറിയപ്പെടുന്നു. അതിൽ യാതൊരു ന്യായവുമില്ല. കാരണം ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ യോദ്ധാവായിരുന്നു അദ്ദേഹം. യുദ്ധക്കളത്തിൽ അവൻ്റെ ശക്തിയുടെ അടുത്തുപോലും ആരും എത്തിയിട്ടില്ല. എല്ലാത്തിനുമുപരി അവനെ പരാജയപ്പെടുത്തുവാൻ ഒരു ദൈവം വേണ്ടി വന്നു. എന്നാൽ സീതയെ മോചിപ്പിക്കണമെന്ന് പിതാവിനോട് അപേക്ഷിച്ചതിന് നിമിത്തം അവൻ സ്വയം ഉന്നതനായി. ഒരിക്കലും തൻ്റെ പിതാവിൻ്റെ അരികിൽ നിന്ന് പുറത്തു പോകാതെ ഒരു മതവിശ്വാസിയായ മകൻ്റെ വേഷം ചെയ്തു. അക്ഷരാർത്ഥത്തിൽ സ്വന്തം മരണം വരെ. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.